أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد العاقبة للمتقين اللهم صل على سيدنا محمد وعلى آل رسولك سيدنا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلة خيرتي أدركني يا رسول الله اللهم صل على سيدنا نور واحله اللهم صل على محمد وعلى آل سيدنا محمد اللهم صل على سيدنا محمد نبي الأمي وعلى آله وصحبه وسلم സ്നേഹമുള്ള സഹോദരന്മാരെ, ബഹുമാന്യരായ ശൈഖുന തൃപ്പഞ്ച് മുഹമ്മദ് മുസ്ലിയാരുടെ ആണ്ട് നേർച്ചയാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടന്നുകൊണ്ട് കഴിഞ്ഞുപോയി. മഹാൻ്റെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതി നമ്മുടെ മജ്ലിസ് തുടങ്ങാം. ഇലാ ഹളറത്തി റൂഹി നബിയിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. وإلى حضرة تربنج محمد مسليار حضرة لك الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يكن له كفوا أحد. بسم الله الرحمن الرحيم قل رب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل رب الناس ملك الناس إله الناس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي جلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء كما أثنيت على نفسك ولك الحمد ولك الشكر حتى ترى الله أرحم الراحمين. إلى جادي لا جناية تنبلانا ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്തുകളൊക്കെ മഹാൻ്റെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഫാത്തിഹയുടെ ഫളൽ കൊണ്ട് ഫളായിലുകൾ കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും സന്തോഷവും സമാധാനവും നീ നൽകണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് സലാമത്ത് നീ നൽകണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് നീ ശിഫ നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകൾ, മുഅ്മിനീങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹദ്ദാദിൻ്റെ ഫളായിലുകളാണ്, ഹദ്ദാദിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ്. 15ഓളം ദിക്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ മഹത്വങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് 16ാമത്തെ ദിക്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ദിക്റ് ഒരു ദിക്റ് മാത്രമല്ല, ഒരു പ്രാർത്ഥനയും കൂടിയാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ഫളലുകളുണ്ട്, ഫളായിലുകളുണ്ട്. ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച്
നമ്മൾ അറിയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ ഹദ്ദാദിൻ്റെ ഓരോ ദിക്റുകളും ആദ്യത്തെ ദിക്ർ മുതൽ ഇതുവരെ പറഞ്ഞ ദിക്ർ ഒന്നിന് മെച്ചപ്പെട്ട ദിക്റുകളാണ്, സ്വലാത്തുകളാണ്, ദിക്റുകളാണ്. ദോഷങ്ങൾ പൊറപ്പിക്കുന്ന ദിക്റുകളുണ്ട്. അതുപോലെ കടങ്ങൾ വീടുവാൻ, വിഷബാധ ഏൽക്കാതിരിക്കാനുള്ള ദിക്റുകൾ, ഓരോന്നിനും ഓരോരോ ഫضലുകൾ ഉള്ള ദിക്റുകളാണ്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റും ഒരു ദുആയുമാണ് ഈ 16ാമത്തെ ഈ ദിക്ർ. ഇത് ആരും ചൊല്ലാതെ പോകരുത്, ജീവിതത്തിൽ പതിവാക്കുക. ഇതിൻ്റെ മഹത്വങ്ങൾ കേട്ടാൽ നമ്മുടെ കടങ്ങൾ പോലും വീടാൻ ഈ ഒരു പ്രാർത്ഥന മതി, ഈ ഒരു ദിക്ർ മതി. ഒരുപാട് കടങ്ങളുള്ളവനാണെങ്കിൽ ഈ കടങ്ങളൊക്കെ വീടാൻ ഈ ദിക്ർ ധാരാളമാണ്. ഒരുപാട് ദിക്റുകൾ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. കടങ്ങൾ വീടുവാനുള്ള ദിക്റുകൾ, സലാത്തുകൾ, ഇസ്തിഗ്ഫാറുകളൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹദ്ദാദിലുള്ള ഈ ദിക്റിൻ്റെ പവിത്രത, ഫളാഇൽ നിങ്ങൾ ഒന്ന് കേൾക്കണം, അറിയണം, നിങ്ങൾ പഠിക്കണം. യാ ഫാജൽ ഹമ്മി വയാ ഖാസിവൽ അമ്മി യാ മൻ ലി അബ്ദിഹി യഗ്ഫിറു വയർഹം യഗ്ഫിറു വയർഹം യാ ഫാജൽ ഹമ്മി വയാ ഖാസിവൽ അമ്മി യാ മൻ ലി അബ്ദിഹി യഗ്ഫിറു വയർഹം. ഈ ദിക്റിൻ്റെ ഫളാഇലുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ ദുആയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ദുആയാണ്. ഈ ദുആയും പ്രധാനപ്പെട്ടതാണെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നതായി ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രാർത്ഥന നടത്തിയത് ഹദീസുകളിൽ കാണാം. അബ്ദുറഹ്മാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ വാചകം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അവയെ പ്രധാനപ്പെട്ട ഒന്നായി കാണുകയും ചെയ്തിരുന്നു. ഈ ദിക്റിനെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റായി കാണുകയും ചെയ്തിരുന്നു, ഒരു പ്രാർത്ഥനയുമായി കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഈ വാചകങ്ങൾ ഉപയോഗിച്ച്, ഈ പ്രാർത്ഥന ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അവയെ പ്രധാനപ്പെട്ട ഒരു ഒന്നായി ഈ പ്രാർത്ഥനയെ കാണുകയും ചെയ്തിരുന്നു. ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. മഹദി പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. ആയിഷ ബീവിയുടെ അടുത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ദുആ ഉണ്ടല്ലോ, ആ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹദി പറഞ്ഞു, അതെ. അതെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈസ ബിനു മറിയം അലൈഹിസ്സലാമിൻ്റെ അനുയായികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് ഒരു പർവ്വതത്തോളം സ്വർണം കടമുണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ വിടുവാൻ കടം മുഴുവനായും അല്ലാഹു വീട്ടിത്തരുന്നതാണ്.
അള്ളാഹുവോട് ദുആ ചെയ്താൽ ആ ദുആ കൊണ്ട് അള്ളാഹു അവൻ്റെ കടങ്ങളെല്ലാം വീട്ടിക്കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ദുആ എന്താണ്? നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ കടങ്ങളൊക്കെ വീടും ഇൻഷാ അല്ലാഹ്. ഹദ്ദാദ് റാത്തീബിലൂടെയുള്ള ഈ ദിക്റുകളിനൊക്കെ ഓരോ ഫളായിലുകളുണ്ട്, ഫളലുകൾ നമ്മൾ പറഞ്ഞു. അതൊക്കെ അതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്? കടങ്ങൾ വീടാനുള്ള ദിക്റാണ് ഈ പറഞ്ഞു തന്നത്, ഈ പ്രാർത്ഥന പറഞ്ഞു തന്നത്. ഇത് ചൊല്ലിയാൽ കടങ്ങൾ വീടും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കടങ്ങൾ വീടിയ ചരിത്രങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹ കടങ്ങൾ വീടിയ ചരിത്രങ്ങൾ ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് കുറച്ച് കടം ബാക്കിയുണ്ടായിരുന്നു, ഞാനാകട്ടെ കടത്തെ വെറുക്കുന്നയാളായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടത്തിനെ വെറുക്കുന്നൊരു മനുഷ്യനായിരുന്നു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് കടം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥന ഞാൻ കൊണ്ടുവരുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ ആ പ്രാർത്ഥന അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു. അത് കാരണത്താൽ അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകി, എൻ്റെ കടങ്ങൾ വീട്ടിത്തന്നു. ഈ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കടങ്ങളൊക്കെ വീടിയെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെയും പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, ഉമൈസിൻ്റെ പുത്രി അസ്മാ റളിയല്ലാഹു അൻഹ ഞാൻ 1 ദീനാറും 3 ദിർഹമും കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവർ എൻ്റെ സമീപത്തേക്ക് കടന്നു വരും. കടം വീട്ടാൻ കാശില്ലാത്തതിനാൽ അവരുടെ മുഖത്തേക്ക് നോക്കാൻ ഞാൻ ലജ്ജിക്കുമായിരുന്നു. അങ്ങനെ ഈ പ്രാർത്ഥന ഞാനും തുടർന്നു ചൊല്ലുമായിരുന്നു. ഏറെ താമസിയാതെ അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകി. അത് എനിക്ക് ലഭിച്ച ധർമ്മമോ ഞാൻ അനന്തരമായി എടുത്ത സ്വത്തോ ആയിരുന്നില്ല. അങ്ങനെ അള്ളാഹു എൻ്റെ കടം വീട്ടി. ഞാൻ എൻ്റെ കുടുംബത്തിൽ നല്ല പോലെ ജീവിച്ചു കൊണ്ടിരുന്നു. 3 ഔക്കിയ വെള്ളി കൊണ്ട് അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിൻ്റെ പുത്രി തൻ്റെ പുത്രിയെ ഞാൻ ആഭരണം അണിയിച്ചു. പിന്നെയും 4 സംഖ്യ മിച്ചമുണ്ടായിരുന്നു. കടങ്ങളൊക്കെ വീട്ടി അബ്ദുറഹ്മാൻ്റെ മകനക്ക് എന്താണ്? ഞാൻ ആഭരണം അണിയിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും നല്ലൊരു സംഖ്യ മിച്ചമുണ്ടായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ, മുത്തുമോമിനീങ്ങളെ, ഈ ദുആയൊന്നും നമ്മൾ ഒഴിവാക്കിക്കൂടാ. നമുക്കൊക്കെ കടങ്ങൾ ഉള്ളവരാണ്. ജീവിതത്തിൽ നമ്മൾ ഈ ദിക്റുകൾ പതിവാക്കുക. അതുപോലെ ഈ ദുആ ഉണ്ടല്ലോ, ഈ ദുആ നമ്മൾ പതിവാക്കണം. اللهم كاشف الهم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحمهما أنت ترحمني فرحمني برحمتي تعني بها عن رحمة من سواك. ഈ പ്രാർത്ഥന നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുക? എപ്പോഴും ഇഖ്ലാസോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ദിക്റുകൾ ചൊല്ലുമ്പോഴും ഇഖ്ലാസോടുകൂടി നമ്മൾ ചൊല്ലണം. ഇഖ്ലാസ് ഇല്ലാതെ ഒന്നും വിജയിക്കുകയില്ല. നമ്മുടെ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണം. ദിക്റുകൾ ചൊല്ലി സലാത്തുകളൊക്കെ എന്ത് ചൊല്ലുകയാണെങ്കിലും, ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിലും അള്ളാഹുവോട് നമ്മൾ അടുക്കണം. അള്ളാഹുവിലേക്ക് ദിക്റ് ചൊല്ലിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി, ഒരാളോടും അതിൻ്റെ ഇടയിൽ കളിത്തമാശകളൊന്നും പാടില്ല. നല്ല നിലക്ക് അള്ളാഹുവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട്
നമ്മൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ കടങ്ങളൊക്കെ നിഷ്പ്രയാസം അല്ലാഹു വീട്ടിത്തരും ഇൻഷാ അല്ലാഹ്. ഹദ്ദാദ് നമ്മൾ ദായിമാക്കുക, ജീവിതത്തിൽ പതിവാക്കുക. അതുപോലെ കടം ഉള്ളവർ ഈ ദിക്റും ഈ പ്രാർത്ഥനയൊക്കെ നിങ്ങളെന്താ തഹജ്ജുദ് നിസ്കരിച്ച് ദുഹ നിസ്കരിച്ചിട്ടും ഒക്കെ ഈ പ്രാർത്ഥനകൾ 5 വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ പതിവാക്കുക. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നമ്മുടെ കടങ്ങളൊക്കെ വീടും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും ആയിഷ റളിയല്ലാഹുവിൻ്റെയും കടങ്ങളൊക്കെ വീടിയിട്ടുണ്ടെങ്കിൽ മുഅ്മിനെ നമ്മളുടെ വീടും നമ്മുടെ കടങ്ങളും അല്ലാഹു വീട്ടിത്തരും ഇൻഷാ അല്ലാഹ്. നമുക്ക് ജീവിതത്തിൽ ഇത് പകർത്തണം. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ ഒരമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർത്ത് തരുമാറാവട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഹദ്ദാദ് നമ്മൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഹദ്ദാദ് നമ്മൾ പതിവാക്കണം ജീവിതത്തിൽ. നമുക്ക് ജീവിതത്തിൽ അതൊരു ബാധ്യതയാക്കിക്കൊണ്ട് നമ്മളത് എന്താണ് ഒരു നേർച്ചയാക്കിയതുപോലെ നമ്മളെന്താണ് ഹദ്ദാദ് നമ്മൾ ദിവസവും ചൊല്ലാൻ നിയ്യത്താക്കുക, ചൊല്ലുക. നമ്മളുടെ ഉദ്ദേശങ്ങളൊക്കെ വീടും, മുറാദുകളൊക്കെ ഹാസിലാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദുആയിലും എൻ്റെ പ്രാർത്ഥനയിലൊക്കെ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്, ഇനിയും ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ് എൻ്റെ മരണം വരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാമിലായ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.